ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്ന് തീരെ ആത്മാർത്ഥത കുറഞ്ഞു വരിക. അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആത്മാർത്ഥത കുറയുന്നത്? ഇപ്പൊ ഞാൻ രാവിലെ എടുത്ത ക്യാമറയും പിടിച്ച് ഇവരുടെ ടൈമിന് ഞാൻ കാത്തിക്കാണ്. വേറെ ഒന്നും പറയാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനിയിപ്പോൾ വേറെ ആൾക്കാരെ വേണമെങ്കിൽ വെക്കാം, പക്ഷെ അത് പോസിബിൾ അല്ലല്ലോ. വേറൊരു പെണ്ണിനെ വേണമെങ്കിൽ കൊടുന്ന് വീഡിയോക്കൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുക, പക്ഷെ ഇവർക്ക് ഇവർ തന്നെ വേണ്ടേ. കാരണം വേറെ ഒക്കെ ചെയ്യുക. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇവർക്ക് കുറച്ച് അഹങ്കാരം പിന്നെ കുറച്ച് ഗമയൊക്കെ കൂടിയെടുക്കുക. പണ്ട് ഇങ്ങോട്ട് ചോദിക്കുന്ന ആൾക്കാർ വീഡിയോ എടുക്കല്ലേ, ഇപ്പൊ സുഖം കൂടിയിട്ടാ, സൗകര്യം കൂടിയിട്ടാ. അമ്പടി കള്ളികളെ ഫുള്ള് എന്താണെന്നറിയോ. ഇപ്പോൾ ഞാൻ അങ്ങനെ ഇവരെയും കാത്ത് നിൽക്കുകയാണ്. ഈ ട്രൈപോഡും ഈ ഫോണും വെച്ചിട്ട് രാവിലെ 9 മണി മുതൽ ഞാനിവിടെ കാത്ത് നിൽക്കുകയാണ്. എപ്പോൾ ഈ ട്രൈപോഡ് ഞാൻ ഓണാക്കി നിൽക്കുകയാണ്. 2 മണിക്കൂർ ഓട്സ് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ആത്മാർത്ഥത കുറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൈസ കൊടുത്തിട്ട് ഇപ്പൊ ഇവരെ ഇനി പൈസ കൊടുത്തിട്ട് ഇവര് നിക്കുമെന്ന് നോക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ശമ്പളം ഡേ ആണ്. അല്ലാ പോയിന്റെ ഫോണ് എന്നാ അലയൊക്കെ ശമ്പളം വേണോ ഡാൻസ് കളിക്കണേന്? അപ്പൊ ഇന്ന് ശമ്പളം ഡേ ആണ്. നിങ്ങളൊക്കെ എത്രയാണ് എക്സ്പെക്ട് ചെയ്യണത് ഗൈസ്? ഇവർക്ക് എത്ര ശമ്പളം കൊടുക്കണം പറയും? കാരണം ചെലവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ ചെലവുകളൊന്നുമില്ല. ഇവര് വേണ്ടതൊക്കെ ഇവർക്ക് ഞാൻ വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ പൈസ എന്നുള്ള നിരക്ക് ഇവർക്ക് ഞാൻ എത്ര കൊടുക്കണം? ഞങ്ങൾക്ക് എത്ര വേണ്ട മാസം? എത്ര തന്നാലാണ് നിങ്ങൾ വീഡിയോയിലൊക്കെ ഇങ്ങനെ പ്രോപ്പറായി നിന്ന് എന്താണ് എല്ലാം ഒരേമാതിരി ആക്കാൻ പറ്റുക? മാസം എത്ര വേണം? എണ്ണം കൂടുമ്പോ പൈസ കൂടുവോ? ഞാൻ വേറൊന്നുമില്ല. ആ പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ മാസം. തിന്ന അവനാന്റെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടി വരും. അപ്പൊ പിന്നെ നിങ്ങൾ എത്ര എമൗണ്ട് വാങ്ങണേ? എത്ര കൂലി നിങ്ങൾക്ക്? ഒരു ദിവസം ഉമ്മാക്ക് 200. അത് എന്ത് കണക്കാ? പണ്ട് പക്ഷെ അതിന് പൈസ കിട്ടൂലേ? അതിന് പൈസ കിട്ടൂല. അതിന് പൈസ കിട്ടലില്ല. ഇൻസ്റ്റഗ്രാമിൽ ഉമ്മാക്ക് അഭിനയിക്കാൻ കുറച്ച് കൂടുതൽ വേണ്ടി വരും. പക്ഷെ അതിന് പൈസ കിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് പ്രമോഷൻ വീഡിയോ ചെയ്യുന്ന ടൈമിൽ പൈസ തരാം. പ്രമോഷൻ വീഡിയോ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അതിന് 100 റുപ്യ തരാം. ബിസിനസ് ഒക്കെ പഠിച്ചിക്കണ് ഗായ്സ്. അപ്പൊ ഒരു ദിവസം നിങ്ങൾക്ക് 300. അനക്കൊരു ദിവസം എത്ര വേണ്ടേ? വാട്സപ്പിലില്ല. വാട്സപ്പിലില്ല, അത് വേറെ, ഞാൻ അറിയില്ല. പിന്നെ അനക്ക് എത്ര വേണ്ട? അല്ല എത്ര പറ? ഡെയിലി ഒരു ശമ്പളം പറ. ഡെയിലി അല്ല, മാസം ഒരു ഫിക്സ്ഡ് എമൗണ്ട് പറ. എല്ലാ മാസവും നിങ്ങൾക്ക് കിട്ടും. അങ്ങോട്ട് വാ. എല്ലാം അത് കളിക്കൂല. എല്ലാ മാസവും നിങ്ങൾക്ക് ആ ഫിക്സ്ഡ് എമൗണ്ട് കിട്ടും. എത്ര വേണ്ട? വാ എല്ലാ മാസം എത്ര വേണ്ട? 2000 മാസം 2000 കിട്ടിയത് നിങ്ങൾക്കോ? മാസം 1000. പിന്നെ എത്ര ഉണ്ട്? മരോള് 2000 പറഞ്ഞ സ്ഥിതിക്ക് പണി അപ്പൊ ഇവിടെ കുറച്ച് കൂടുവോ? എത്ര മാസം? നിങ്ങൾക്ക് 5000. അനക്ക് എത്ര? അനക്ക് 2. പക്ഷെ എന്റെ ചെലവ് നോക്കണോ? അപ്പൊ മൊത്തം 5000 തന്ന ചെലവൊക്കെ നോക്കൂ. കാരണം എന്താ അറിയോ, ഇവർക്ക് പൈസ കൊടുക്കല്ലേ. കൊടുക്കണോ? ആവില്ലേ? ചകിയിലാന്നോ? ഒരു 5000 വേണ്ട ഒരു മാസം? ഓക്കെ. അപ്പൊ അല്ല, ഇവർക്ക് ഇത്രയും കാലം നിന്നിട്ട് ഫിക്സ്ഡ് സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല. ആവശ്യത്തിന് ചോദിക്കണത് ഞാൻ കൊടുക്കലും പിന്നെ അതേമാതിരി ഓൺലൈനിൽ നിന്നൊക്കെ വരുമ്പോൾ തന്നെ പൈസ കൊടുക്കലും ഉള്ള ഓരോ ആവശ്യങ്ങൾക്ക്. ഉമ്മാക്ക് പിന്നെ ഞാൻ എപ്പോഴേലും മരുന്ന് വാങ്ങാം.
ഉമ്മ 200ന്റെ കണക്ക് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇവിടെ പാത്രം കഴുകാൻ പോയി കഴിഞ്ഞാൽ 50 ഉറുപ്പ്യ കിട്ടും. അങ്ങനെ 4 വീട് കയറി 200 കിട്ടും. ആ കണക്കാണ് 200 പറഞ്ഞത്. ആത്മാർത്ഥത കുറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. സാധാരണ മുതലാളിമാര് കമ്പനിയിൽ അതാ ചെയ്യുക. ആത്മാർത്ഥ അല്ലെങ്കിൽ ഇപ്പൊ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഡെയിലി നമുക്ക് പൈസ കിട്ടിയാലല്ലേ നമുക്ക് പണിയെടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നാളെ മുതൽ ഇവർ ഇൻട്രസ്റ്റ് ഞാൻ ഒന്ന് നോക്കും. പൈസ ഗൈസ് ഇവർക്ക് ഇനി എല്ലാ മാസം 25-ാം തീയതി നിങ്ങൾക്ക് എന്താക്കും, നിങ്ങൾക്ക് സാലറി ഉണ്ടാവും കേട്ടോ. സന്തോഷമായോ? ഹാപ്പി ആയോ? അപ്പോ സാലറിയുടെ അതൊക്കെ ഞാൻ വാങ്ങിത്തരാം. നിങ്ങൾ എന്താക്കണോ ഞാൻ പറയുമ്പോ എന്താ മടിച്ചു നിൽക്കാതെ വന്നാ മതി. തുണി അയച്ച് ഇതിനെ ഡാൻസ് കളിക്കാനൊന്നും ഞാൻ പറയില്ല. ഞാൻ ഇതേമാതിരി ഒരു ഫാമിലി വ്ളോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വരിക. അല്ലെങ്കിൽ ഞാൻ പണിക്കാരത്തികളെ മാറ്റും. സാലറി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പണിക്കാരത്തികൾ വരും. അത് ആലോചിച്ചോളി കേട്ടോ. ഇതിപ്പോ നിങ്ങൾ തന്നെ നിർത്തണം എന്നുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ തന്നെ ആദ്യം മുതലായില്ലേ. അത് ആത്മാർത്ഥത കുറച്ച് കൂടും കറക്റ്റ് സമയത്ത്. ഇപ്പൊ ഞാൻ വരെ കാത്തിക്കാണ്. അനക്ക് പൈസ ഗൂഗിൾ പേ വേണോ കയ്യിൽ വേണോ? ഇവൾക്ക് പൈസ കൊടുക്കണ വെറുതെ ഫുള്ള് ഇപ്പൊ ഓർഡർ ചെയ്ത് തീർക്കും. അപ്പൊ ആദ്യം നമുക്ക് ഉമ്മാക്ക് ഞാൻ സാലറി കൊടുക്കുകയാണ് ഈ മാസത്തെ. ഇനിയിപ്പോൾ ഏതായാലും ഉമ്മ കൊല്ലത്തേക്കൊക്കെ പോകല്ലോ, ഉമ്മാക്ക് ആവശ്യം വരും. നിങ്ങൾക്ക് ഈ മാസത്തെ സാലറി എത്ര? ഉമ്മ പറഞ്ഞത് 5000 ആണ്. നമുക്ക് സിനുവിനും 5000 ആക്കണുണ്ട്. രണ്ടാൾക്കും 5000 മാസം കേട്ടോ. അപ്പൊ ഒരു വർഷം എനിക്ക് പൈസ ഇല്ലേലും കുഴപ്പമില്ല. അല്ല എനിക്ക് ആവശ്യത്തോളം പൈസ ഞാൻ വീഡിയോ ഒക്കെ അനുസരിച്ച് എനിക്ക് കിട്ടലുണ്ട്. അല്ലാതെ ഞാൻ ഉണ്ടാക്കണമുണ്ട്. നിങ്ങൾക്ക് സാലറി ഇല്ലാത്ത ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വേണ്ട. ഇവിടെ അനങ്ങിയ പറയും വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് എന്താ കാര്യം എന്ന്. ഇവരിപ്പോ ഈ നെളിഞ്ഞിരുന്ന് ഊഞ്ഞാലാടുന്നതും ഇവിടെ കാലുമകാലി ഏറ്റിച്ച് പൈസ കയറ്റുന്നതും കാര്യം തന്നെ അല്ലേ. ഇപ്പൊ പഴയ ജീവിത രീതി ആണെങ്കിൽ എന്താ ഇവര് കാട്ടുക? ഇവര് ചോദിക്കുമ്പോ ഇവർക്ക് ആഹാരം എന്ത് തരത്തിലുള്ള ഫുഡും ഒക്കെ ഇവിടെ കിട്ടണില്ലേ. 5000 നിങ്ങളുടെ സാലറിയാണ് ഈ മാസത്തെ. ഇനി സിനുവിനുള്ള സാലറി അങ്ങനെ ഇവിടെ ചർച്ചകൾ തുടങ്ങി. നല്ല കാലം ഇപ്പൊ ഞാൻ ചിന്തിച്ചത് കുറച്ച് മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്താക്കും, എന്തായി സിനുവിന് ഒരു 5000 ഉറുപ്പ്യ മാസം. ഇവൾക്ക് പിന്നെ ഗൂഗിൾ പേ അയച്ചു കൊടുക്കാം. എന്തേ ഓക്കെ. അങ്ങനെ സിനുവിന് നമ്മളിതാ 5000 അയച്ചു കേട്ടോ. ഹാപ്പി ആയില്ലേ? അള്ളാന്റെ ഫോൺ നജില സിനുവിനും 5000 കേട്ടോ. എന്തിന് എന്ത് ഇനി ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ ഇട്ടിട്ട് എന്റെ ഫോണിലേക്ക് ആരും ഇങ്ങനെ മെസ്സേജ് അയക്കരുത്. ന്യൂഫൽക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ. എനിക്കിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇവർക്ക് ഈ 5000 എന്നുള്ളത് കൂട്ടിയൊക്കെ കൊടുക്കാം. പക്ഷെ ഇതിപ്പോ കൊടുക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കയ്യിലിരുന്നോട്ട് ഇതൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ വാങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ എന്തായാലും കുറി പൈസ കൊടുക്കലുണ്ട് ഓരോ കുറികൾക്ക്. അതേമാതിരി ഒരു കുറി ഇവരേതല്ലെങ്കിൽ എനിക്ക് ഇടയ്ക്ക് എടുത്ത് പോവാലോ. ബാക്കിയുള്ളത് അങ്ങനെയല്ലല്ലോ. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് അകം വഴി സഹായിക്കാൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. 1000 2000 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ എപ്പോഴേലൊക്കെ പറ്റിയെന്ന് വരും. ഇത് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം കുട്ടികളെ കല്യാണമൊക്കെ നടത്തണം പറഞ്ഞ എൻ്റെ അടുത്ത് ഇപ്പം അതിന് മാത്രം ഞാൻ വളർന്നിട്ടില്ല ഗൈസ്. വളരും ഇൻഷാ അള്ളാ. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കൊക്കെ ചെയ്യാം. ഇപ്പം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഓൾറെഡി വീഡിയോസ് ഇടൽ കുറവാണ്. ഇപ്പോൾ ഫുള്ള് ബിസിനസ്സിൻ്റെ ഓട്ടത്തിലാണ്. നമുക്ക് പണ്ടത്തെ വരുമാനത്തിൻ്റെ കൂടുതലൊന്നും നമ്മളിപ്പോൾ വരുമാന മാർഗ്ഗങ്ങൾ തുടങ്ങണേ ഉള്ളൂ. കാരണം ബിസിനസ് ഒന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ പച്ച പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിനേക്കാൾ ഇൻകം അതിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഇൻഷാ അള്ളാ അത് അങ്ങനെ നടക്കട്ടെ. എന്തായാലും യൂട്യൂബ് നമ്മളെന്തായാലും ഒരിക്കലും നിർത്തൂല. ഇത് വെറും പേയ്മെന്റ് മാത്രം മോഹിച്ചുകൊണ്ട് തുടങ്ങിയതല്ല യൂട്യൂബ് ചാനൽ. 2000 എത്രയല്ല ഏകദേശം ഒരു 5 വർഷമായിട്ടുണ്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ വന്നിട്ട്. നമുക്ക് പേയ്മെന്റ് കിട്ടൽ തുടങ്ങിയിട്ട് ഒരു 4 വർഷം ആയിട്ടുണ്ട്. അപ്പം എന്തായാലും കിട്ടിയെടുത്തോളം നമ്മൾ അൽഹംദുലില്ലാ ഒരുപാട് ചാനലുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ നിന്നൊക്കെ നമുക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടായിരുന്നു. ലൈഫ് സ്റ്റൈൽ ഇനി കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് നീട്ടി വലിപ്പിക്കണമൊന്നുമില്ല. എന്തായാലും ഒരുപാട് ഹാപ്പിയാണ്. ഇല്ല മഹർ കൊടുക്കലും പിന്നെ സ്വർണ്ണ ഇടലും ഇന്നൊക്കെയാണ് ഗൈസ്. അന്നത്തെ ചക്കരയുടെ കല്യാണം ഇന്നൊക്കെയാണെങ്കിൽ നമ്മളും
രണ്ടുകൊല്ലം കൂടി കാത്തുനിന്ന് പ്രേമിച്ചിടന്നോളിന്ന് അറിയാനേ ഒന്നും ഞാൻ പറയില്ല അല്ലേ. എല്ലാ മാസം ഇതേ ദിവസം നിങ്ങൾക്ക് സാലറി ഉണ്ട്. അപ്പൊ ഇതിനായിട്ട് കാത്തിരിക്കുക. അപ്പൊ കൂടുതലൊന്നും വാങ്ങിയിട്ട് ചെലവാക്കാൻ നിൽക്കരുത്. ഇത് ഞാൻ പിന്നീട് ചോദിക്കും. അപ്പൊ എനിക്ക് തന്നെ തരിക. ഞാൻ കണക്ക് ഇവിടെ എഴുതി വെക്കും ആർക്കൊക്കെ എത്ര തന്നു എന്നുള്ളത് കേട്ടോ. എന്തേ അപ്പൊ പിന്നെ ഇവൾക്ക് ഞാൻ കൊടുക്കാനുള്ള അവകാശമല്ലേ? ഫോണിന്ന് ഞാൻ റിട്ടെടുക്കേ. ഇത് നിങ്ങൾ അലമാര തുറക്കണ്ട. ഇത് എനിക്ക് ആവശ്യമില്ല. ഞാൻ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ പേ ആക്കിയാ പോരെ. നിങ്ങൾക്കൊരു ഗൂഗിൾ പേ തുടങ്ങി തന്നാലോ? ഓക്കെ. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാ നാളെ ഉമ്മ ഈ നേരത്ത് ട്രെയിനിൽ തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? തൃശ്ശൂര് 10 അല്ല തൃശ്ശൂരല്ല എറണാകുളം എത്താനായിട്ടുണ്ടാവും. നിങ്ങൾ കറക്റ്റ് 4:20 കൊല്ലത്ത് ഇറങ്ങും. എന്നാ റിട്ടേൺ വരാൻ ഉദ്ദേശിക്കണേ? വർക്കല. എന്നാ റിട്ടേൺ വരാൻ ഉദ്ദേശിക്കണേ? 5-6 ദിവസം. കാരണം നോമ്പ് വരല്ലേ. ഇതിനൊക്കെ വൃത്തിയാക്കണ്ടേ? അല്ല മുൻകൂട്ടി സാലറി അല്ല നമ്മളെ വീടൊക്കെ ഏകദേശം വൃത്തിയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്തോ പണി വരാണ്ട് ദിവസങ്ങൾ അവിടെ കൂടുന്തോറും സാലറിയുടെ കുറവ് കൂടുട്ടോ. പിന്നെ വെറുതെ ഒന്നും സാലറി ഇല്ല, പണിയെടുത്താൽ മാത്രമേ ഉള്ളൂ. അവിടെ എത്ര ദിവസം നിൽക്കണോ അത്ര ദിവസം സാലറി കട്ടാവോ കേട്ടോ. ഒരു 6 ദിവസം നമുക്ക് എന്താക്കാം, ഒന്നും സാലറി പറ്റുള്ളൂ. ബാക്കിയുള്ള കിട്ടുന്നില്ല. 5000 മാസേ. എന്തായാലും ഗൈസ് ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ. സാലറി ഒക്കെ ഒരു കുളത്തിലെ മീനാന്ന് പറഞ്ഞ മാതിരി ഇത് ഇവിടേക്ക് പോകുന്നില്ല. ആവശ്യങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തായാലും എടുക്കും. പിന്നെ ഇതൊക്കെ ഒരു സേവിങ്സ് ആണല്ലോ കയ്യിൽ കൊടുക്കൽ. ഇപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും ബൈ ബൈ.